ദിവ്യ, അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 9 മണിയോട് കൂടെ വ്യോമത്താവളം താൽക്കാലികമായി അടച്ചത് തുറക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഈ ആക്രമണത്തോടു കൂടി ഇറാന് ശക്തമായ ഒരു മറുപടി അമേരിക്കയ്ക്ക് നൽകേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും സുപ്രധാനമായ ആണവ. പക്ഷേ ഫൈസൽ, അവിടെ ഖത്തർ എയർപോർട്ടിൽ നിന്നുള്ള ചില യാത്രക്കാർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ഇന്നത്തെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്, അവരോട് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശം ലഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ദിവ്യ, 4-5 മണിക്കൂർ വ്യോമ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ചില വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരും, ചില വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു നടപടി എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 9 മണിക്ക് വ്യോമഗതാഗതം പൂർവ്വസ്ഥിതിയിലാകുമെന്നുള്ള റിപ്പോർട്ട് തന്നെ അത് ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ച ഒരു കാര്യമല്ല, മറിച്ച് വ്യോമയാന ട്രാവൽ ഏജൻസികൾക്ക് വിമാന കമ്പനികൾ നൽകിയ ഒരു റിപ്പോർട്ട് മാത്രമാണ്, ഒരു അറിയിപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഔദ്യോഗിക നിലയിൽ അതിന് ഒരു സ്ഥിരീകരണം നൽകേണ്ടതില്ല. ഒരു പക്ഷേ ഈ ഒരു താൽക്കാലികമായി അടച്ചിട്ട ഈ ഒരു തീരുമാനം ഇനിയും നീണ്ടേക്കാം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇനിയും ആക്രമണം നടത്തുമോ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്കിപ്പോൾ ലഭ്യമല്ല ദിവ്യ.